രാഷ്ട്രീയ എതിരാളികളുടെയും പാർട്ടിയിലെ എതിർ ശബ്ദങ്ങളുടെയും വായടപ്പിച്ചുകൊണ്ട് പാലക്കാട് നേടിയ ഉജ്ജ്വല വിജയത്തോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി മാറുകയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന നേതാവാണ് സതീശനെന്ന് പാലക്കാട്ട് വിജയം അടിവരയിടുന്നുണ്ട്. കോൺഗ്രസ് തീരുമാനങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവ് എന്ന സ്ഥാനം ഇതോടെ തന്നെ സതീശൻ അരക്കെട്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ കെ കരുണാകരന്റെ പ്രതാപകാലത്തിന് ശേഷം കഴിഞ്ഞ ഏറെക്കാലമായി അങ്ങനെ ഒരു നേതൃത്വം കോൺഗ്രസിലില്ലായിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കോൺഗ്രസിന് അവകാശപ്പെടാൻ ഒരു നേതൃത്വവും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ നേതൃത്വത്തിൽ അസംതൃപ്തി പുകയുകയാണ് കോൺഗ്രസിനുള്ളിൽ. വി.ഡി. സതീശനെതിരെ കരുനീക്കങ്ങൾ തുടങ്ങാനും സാധ്യത തെളിയുകയാണ്. വിവിധ കോണുകളിൽ നിന്നുള്ള എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് പാർട്ടിയിൽ സതീശന്റെ ഗ്രാഫ് ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വന്തം തലത്തിൽ വോട്ടുകൾ സമാഹരിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റൊരാൾ ആയിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം 25,000 കടക്കുമായിരുന്നു എന്നതാണ് പാലക്കാട്ടെ അന്തരീക്ഷം. പാലക്കാട്ടെ വിജയം പാർട്ടിയിലെ സതീശന്റെ എതിരാളികളുടെ വായടപ്പിക്കുന്നതുമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരം മാറ്റുരയ്ക്കപ്പെട്ട ചേലക്കരയിലെ പരാജയം പ്രതിപക്ഷ നേതാവിന് തിരിച്ചടിയുമാണ്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള സതീശന്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിമികവും യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ മികവില്ലായ്മയും തിരിച്ചടിയായി എന്നതാണ് ചേലക്കരയിലെ ഫലം വ്യക്തമാക്കുന്നത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിൽ രാഷ്ട്രീയ വിജയം നേടുമെന്നായിരുന്നു സതീശന്റെ പ്രഖ്യാപനം. എന്നാൽ ഇടത് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 4-1 പിടിച്ചു നിർത്താനായി എന്നത് ഒഴിച്ചാൽ കാര്യമായ ഒരു ചലനവും ചേലക്കരയിൽ ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലെത്തിക്കാനും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാനും കോൺഗ്രസ് ടീമിന് കഴിഞ്ഞുവെങ്കിലും ചേലക്കരയിലെ സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ് പോരായ്മയിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി. എന്നാൽ കോൺഗ്രസിൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയത് സതീശന്റെ തീരുമാനം മാത്രമായിരുന്നു. ഷാഫി പറമ്പിലിന്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ കണക്കാക്കപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ വി.ഡി. സതീശന്റെ പിന്തുണയിലാണ് രാഹുൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തിയത്. രാഹുലിന്റെ മെച്ചപ്പെട്ട വിജയം അതുകൊണ്ട് തന്നെ സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ പ്രശ്നമായിരുന്നു. രാഹുൽ നേടിയ തകർപ്പൻ വിജയം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന് അഭിമാനകരവുമാണ്. എടുത്ത തീരുമാനം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് നേതാവ് എന്ന നിലയിൽ സതീശനെ വ്യത്യസ്തനാക്കുന്നുമുണ്ട്, അടയാളപ്പെടുത്തുന്നുമുണ്ട്. ചേലക്കരയിലെ തോൽവി ഒരേ സമയം പൂച്ചെണ്ടും മുൾക്കിരീടവും അണിയാനും സതീശനെ നിർബന്ധിതനാക്കുന്നുമുണ്ട്. ചേലക്കരയിലെ ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുന്നതിൽ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് ദയനീയമായി പരാജയപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രതിപക്ഷ തന്ത്രം പാളി എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇത്. തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവിനാണ് തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വരുന്നത്. സ്ഥാനാർത്ഥി നിർണയം പിഴച്ചതിലൂടെ ചേലക്കരയിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നീങ്ങുന്ന സതീശന് കൂടുതൽ കാര്യങ്ങൾ അനിവാര്യമായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കരുത്ത് വർദ്ധിച്ചതിനോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നില ഭീകരമായ വിധത്തിൽ താഴ്ന്നു എന്നതും ഗൗരവകരം തന്നെയാണ്. ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ വലിയ വിജയം കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ നേടാനായിരുന്നുവെങ്കിൽ സതീശനേക്കാൾ കരുത്തനായി ചെന്നിത്തല മാറിയേനെ. എന്നാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനേറ്റ പ്രഹരം ചെന്നിത്തലയെയും ഉലച്ചു കളഞ്ഞു. അതോടെ സംസ്ഥാന നേതൃത്വത്തിൽ വി.ഡി. സതീശനെതിരുള്ള പ്രധാന വെല്ലുവിളിക്ക് അല്പം ശമനമായി. എന്നാൽ കേരളത്തിന്റെ കോൺഗ്രസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഉയരാൻ ഇനിയും ഏറെയുണ്ട് വെല്ലുവിളികൾ എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. അതിൽ ഒന്ന് കെ മുരളീധരനും മറ്റൊന്ന് KC വേണുഗോപാലുമാണ്. നിലവിൽ വി.ഡി. സതീശനെതിരെ ഏകാധിപത്യം എന്ന വിമർശനം ശക്തമായി തന്നെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന അധിക ഹൈപ്പും പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. സതീശന്റെ കടന്നുവരവ് കെ സുധാകരനെ തഴഞ്ഞുകൊണ്ടാണെന്നുമുള്ള വിമർശനം കൂടി നിലനിൽക്കുമ്പോൾ എതിർപക്ഷം കരുത്താർജിക്കുക തന്നെയാണ്. കെ മുരളീധരൻ സന്ദീപ് വാര്യരെയും കൂട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടിറങ്ങുന്നത് BJP കോട്ട ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഇടം തിരിഞ്ഞാൽ കോൺഗ്രസിൽ വീണ്ടും പോരിന് തുടക്കമാകും. മാത്രമല്ല, നേതൃ തീരുമാനങ്ങളിലും നീക്കങ്ങളിലും മുരളീധരനുള്ള അതൃപ്തി മുൻപേ പരസ്യമാക്കിയതാണ്. ഇനി KCയെ സംബന്ധിച്ച കളം അറിഞ്ഞും നിറഞ്ഞും തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കം. 2026 ആകുമ്പോഴത്തേക്കും പുതിയ പടനായകനായി KC അവതരിക്കാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്യാപ്റ്റനായി നിറഞ്ഞു നിൽക്കുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ച് ആ ക്യാപ്റ്റൻ പദവിക്ക് ഏറെ വെല്ലുവിളികളുണ്ട്. മാത്രമല്ല, ഏറെ അവകാശികളുമുണ്ട്.